ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോഴേ ഇന്നത്തെ വീഡിയോ ഞാൻ എല്ലാ അച്ചാർ കൊതിയന്മാർക്ക് സമർപ്പിക്കുന്നു. ഞാൻ അച്ചാർ വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ എൻ്റെ ഇച്ചിരി നെല്ലിക്ക ഇരിപ്പുണ്ട്. അതിനെ നാടൻ രീതിയിലൊരു അച്ചാർ ഇട്ട് കാണിക്കാമെന്ന് കരുതി. ആവശ്യമില്ലാത്ത ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അതേ ടേസ്റ്റിൽ നമുക്ക് അച്ചാർ കിട്ടും. അപ്പോൾ ഈ നെല്ലിക്ക എല്ലാം കൂടി നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി വെള്ളം ഒഴിച്ച് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് ഒന്ന് വേവിക്കാൻ വെക്കാം. നെല്ലിക്ക പെട്ടെന്ന് വേകും കേട്ടോ, അധികം താമസമൊന്നുമില്ല. നോക്കിയേ, വെന്ത് വന്നിട്ടുണ്ട്. അതിന് അല്ലിയായിട്ട് മാറിയിട്ടുണ്ട്. ഇനി വിട്ട് വരാത്തന്നെ നമുക്ക് ഒന്ന് അല്ലിയാക്കി എടുക്കാം. മുഴുവനായിട്ട് ഇടുന്നവരുണ്ട് കേട്ടോ, പക്ഷെ എനിക്ക് കഴിക്കാൻ ഇഷ്ടം ഇങ്ങനെയാണേ. ഈ നെല്ലിക്ക പെട്ടെന്ന് ഉപ്പ് പിടിക്കും കേട്ടോ, അതാണൊരു പ്രശ്നം. ഇനി ഇതിനു വേണ്ടി ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, വറുത്ത് പൊടിച്ച ഉലുവ, ഇത്രയും വേണം. ഞാൻ പറഞ്ഞല്ലോ, വിനാഗിരിയോ മറ്റു കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല, നാച്ചുറലായിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിന് ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് എണ്ണ, ഒരുപാടൊന്നും വേണ്ട, ആവശ്യത്തിന് എണ്ണ ഉപയോഗിച്ചു. കടുക് പൊട്ടിച്ചിട്ടുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ കരിവേപ്പില, ഇത്ര ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്ന് പറഞ്ഞാൽ ക്രിസ്പിനെസ് വന്നോട്ടെ, അതിന് നല്ലൊരു സ്മെല്ലൊക്കെ ഇങ്ങ് വരട്ടെ. ചുമപ്പൊക്കെ ആയി കഴിയുമ്പോൾ അത് ശരിയായിക്കോളും. അതുവരെയൊക്കെ ഒന്ന് ഇളക്കാം കേട്ടോ. കണ്ടോ, ഏകദേശം ഈ ഒരു അവസ്ഥയിൽ നമുക്ക് എടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ട പൊടികൾ, ഞാൻ അച്ചാർ പൊടിയൊന്നും അല്ല കേട്ടോ എടുക്കുന്നത്. കാശ്മീരി മുളക് പൊടിയില്ലേ, അത്. അതിന് എരിവ് കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് അല്ലാത്ത മുളക് പൊടിയും കൂടി നമുക്ക് ചേർക്കാം. എരിവ് വേണ്ടാത്തവർക്ക് ഇത് മതി. പിന്നെ പൊടിച്ച് വെച്ച ഉലുവ, കായപ്പൊടി കട്ടയായിപ്പോയി, അപ്പം എൻ്റെ ഒരു ചെറിയൊരു കഷ്ണം ഇട്ടേക്കുന്നതേ. ഇത്രയും നമുക്കൊന്ന് ഒരു പച്ചമണം പോകുന്ന വരെ ഒന്ന് ഇളക്കിയെടുക്കാം, ആ പൊടിയുടെയൊക്കെ. ഇനി ആ വെള്ളത്തോടു കൂടി ആ നെല്ലിക്ക അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ വിനാഗിരി ഒന്നും ഇടുന്നില്ലെന്ന്. ശരിക്കും പറഞ്ഞാൽ വിനാഗിരിയൊക്കെ അച്ചാറിനകത്ത് ഇട്ട് കഴിയുമ്പോൾ ടേസ്റ്റേ മാറിപ്പോവും. ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കിക്കേ. ഇത് നമുക്ക് അത്യാവശ്യത്തിനൊക്കെ വന്നെങ്കിൽ ലേശം ഉണ്ടാക്കിയാൽ മതി, പെട്ടെന്ന് എടുത്ത് തീർക്കുകയൊക്കെ ആണെങ്കിൽ. അല്ലെങ്കിൽ ഫ്രിഡ്ജിനകത്ത് വെച്ച് ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം. ഈ 2 ദിവസമൊക്കെ കഴിയുമ്പോൾ ഇതൊന്ന് നന്നായിട്ട് അലുത്ത് വരും കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് പറയണേ. ഇനി നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. അത് മസാലയൊക്കെ ഒന്ന് കുറി വരട്ടെ. അച്ചാർ പെട്ടെന്ന് ഈ നെല്ലിക്കച്ചാർ പെട്ടെന്ന് കേടാകുന്നതുകൊണ്ടാണ് വെളിയിലോട്ടൊന്നും ഇത് കാണാൻ എത്തത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി. എന്നിട്ട് ഫ്രിഡ്ജിലെ മറ്റു എടുത്ത് വയ്ക്കുകയോ ഒക്കെ ചെയ്താൽ മതി. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറുണ്ണാൻ ഇത് മാത്രം മതി. ഒന്ന് ഉണ്ടാക്കി നോക്കിയേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.